ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് നല്ല ഭംഗിയുള്ള മുടി അല്ലേ? ഞാൻ എപ്പോഴും പറയും, ആൻറ്റി ഏജിങ്ങിൽ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മളുടെ മുടി തിന്നാകുക. അതായത് പൊഴിയുക എന്നുള്ളതല്ല, ഓരോ മുടിയിഴകളും തിന്നായി റബ്ബർ പോലെ വലിയുകയും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുക. മുടി ഉള്ളു കുറയുക, മുടി അറ്റത്തോട്ട് വരുമ്പോഴത്തേക്ക് ഉള്ളു കുറയുക, ഷോൾഡറിന് താഴോട്ട് മുടി വളരാതിരിക്കുക, അല്ലെങ്കിൽ മുടിയുടെ നെറ്റിയുടെ ഭാഗം മുകളിലോട്ട് കയറിപ്പോവുക, അല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ അകത്തോട്ട് കയറിപ്പോയി ഫേസിന് ചുറ്റിനും മുടി ഇല്ലാതാകുക. ഇതൊക്കെ ഒരു പ്രശ്നമാണല്ലേ? ഇതൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകണം അല്ലേ? ഞാൻ എപ്പോഴും പറയും, നമ്മളുടെ മുടി നന്നായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ടെങ്കിൽ നമ്മളുടെ ഫേസിൻ്റെ കുറേ പ്രശ്നങ്ങൾ, കുറേ ന്യൂനതകൾ, കുറേ മൈനസുകൾ, കുറേ കുറവുകൾ നമ്മൾക്ക് ഫേസ് ഫ്രെയിം ചെയ്ത് വെക്കാം ഈ മുടി കാരണം. ഫേസ് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞൊരു ഹെയർ സ്റ്റൈൽ കൂടെ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ വെട്ടിയിരുന്നു. ഇപ്പോൾ വീണ്ടും മുടി വളർത്തുന്നത് കാരണമാണ് മുടി വെട്ടാത്തത്. അപ്പോൾ ഭംഗിയുള്ള മുടി, തിക്കായിട്ടുള്ള മുടി, നീളമുള്ള മുടിയൊക്കെ എപ്പോഴും എല്ലാവരുടെയും സ്വപ്നമാണ്. ഏതൊക്കെ ഹെയർ സ്റ്റൈൽ വന്നാലും നല്ല നീളമുള്ള മുടിയും തിക്കായിട്ടുള്ള മുടിയും ഒക്കെ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കണ്ടേ? നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരു എണ്ണയാണ്. അങ്ങ് ഹിമാലയത്തിൽ മാത്രം കണ്ടുവരുന്ന, നോർത്ത് ഇന്ത്യയിൽ നേപ്പാൾ ഭൂട്ടാനിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഹെർബ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഹെർബിൻ്റെ പേരാണ് ജഡാമഞ്ചി. സോ ജഡാമഞ്ചി എന്നും പറയും. ജഡാമഞ്ചി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. ജഡാമഞ്ചി ആക്ച്വലി സ്കിൻ കെയറിലും ഉപയോഗിക്കും. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഹെയർ കെയറിലാണ്. പെട്ടെന്ന് തന്നെ, അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു പ്രയോജനം കാണാൻ പറ്റുന്ന നല്ല സുഗന്ധമുള്ള ഒരു ഹെർബാണ് ജഡാമഞ്ചി. നമ്മുടെ മുടി പോലെ തന്നെയാണ് അതിരിക്കുന്നത്. നമുക്കിന്ന് ജഡാമഞ്ചി വെച്ച് എങ്ങനെയാണ് അത്രയ്ക്കും എക്സ്ട്രീം 3 ടൈംസ്, ട്രിപ്പിൾ മടങ്ങ് മുടി വളരുന്ന പോലത്തെ ഒരു എണ്ണയാണ്. നമുക്ക് ആ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ജഡാമഞ്ചിയുടെ കൂടെ തന്നെ നമ്മൾ നാട്ടു ചെത്തിപ്പൂ കൂടെ എണ്ണയിലേക്ക് ഇടുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെത്തി മരമാണ്, നാട്ടിൽ നിന്നും കൊണ്ടുവച്ചതാണ്. ഇവിടെ വേറെ ശല്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇഷ്ടം പോലെ പൂ തരാറുണ്ട്. ഇത് ചെത്തിപ്പൂ നമ്മുടെ മുടിക്ക് ഷൈനിങ് തരികയും നമ്മൾക്ക് കോൾഡ് വരാതെ, ജലദോഷം വരാതെ സൂക്ഷിക്കുകയും ഡാൻഡ്രഫ് വരാതെ നോക്കുകയും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മുടെ തലയോട്ടിയിലേക്ക്. അതേപോലെ തന്നെയാണ് ചെമ്പരത്തിയും. ചെമ്പരത്തി നല്ല മുടിക്ക് നല്ല തിളക്കം തരികയും മുടി നല്ല തിക്കായി വളരാൻ അതിന്റെ എസൻസ് നമ്മളെ സഹായിക്കുകയും സിൽക്കി ഹെയർ തരികയും ഫ്രിസ്നെസ് മാറുകയും ഡാൻഡ്രഫ് ഒക്കെ മാറ്റി സ്കാൽപ്പിലോട്ട് രക്തയോട്ടം കൂട്ടി നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യുന്നതുമാണ്. ഇത് രണ്ടും നമ്മൾ ഇന്ന് ജഡാമഞ്ചിയുടെ കൂടെ ചേർക്കുന്നുണ്ട്. ചെത്തിപ്പൂ ഒക്കെ നല്ല വൃത്തിയായിട്ട് ഉറുമ്പും വേറെ പ്രാണികളും ഒന്നും ഇല്ലാത്ത പോലെ നമ്മൾ അടർത്തി വൃത്തിയായിട്ട് എടുക്കണം. അതിന്റെ മൊട്ടും ചേർക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 250 ഗ്രാം വെളിച്ചെണ്ണയാണ്, 250 മില്ലി വെളിച്ചെണ്ണയാണ്. അതിലേക്ക് വേണ്ട ചെത്തിപ്പൂവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെത്തിപ്പൂവിന്റെ കൂടെ നമ്മൾ അതേ അളവിൽ തന്നെ ചെമ്പരത്തി പൂവ് എടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കരിഞ്ജീരകം, കലോഞ്ചി എന്ന് പറയും. ഇതും നമ്മൾ ഇന്ന് ഈ എണ്ണയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യുകയും സ്കാൽപ്പിന്റെ ഹെൽത്തിനെ കൂട്ടുകയും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ ജഡാമഞ്ചി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുടി പിന്നിയിട്ട പോലെ തന്നെ ഇരിക്കും. മുടി ജട പോട്ട് പിന്നിയിട്ട പോലെ തന്നെ ഇരിക്കും. ഇതിനെ ജഡാമഞ്ചി എന്നാണ് പറയുന്നത്, ജഡാമൻസി എന്നും പറയും. ഇതിന് നല്ല ഒരു സുഗന്ധമാണ്. ഇതിങ്ങനെ പിച്ചുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നല്ല മണമാണ്. സ്കാൽപ്പിലോട്ട് ബ്ലഡ് സർക്കുലേഷനെ കൂട്ടുകയും നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. നമ്മളുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് എടുക്കുന്നത് 25 ഗ്രാം ജഡാമഞ്ചിയാണ്. 25 ഗ്രാം 250 മില്ലി എണ്ണയ്ക്ക് കറക്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തൂക്കിയെടുക്കുന്നത് നിങ്ങൾക്കല്ലാതെ അളവറിയാമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് അടുത്തുള്ള അങ്ങാടിക്കടയിൽ ചോദിച്ചാൽ ഇത് ലഭ്യമായിരിക്കാം. ചെക്ക് ചെയ്ത് നോക്കൂ. ജഡാമഞ്ചി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മുടെ ഹെയറിന്റെ സ്ട്രെങ്തിനെ പ്രൊമോട്ട് ചെയ്യുകയും സ്കാൽപ്പ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുകയും നമ്മളുടെ ഫ്രിസ്നെസ് ഇല്ലേ ഹെയറിന്റെ, അല്ലെങ്കിൽ ഹെയർ മെലിഞ്ഞു പോയി റബ്ബർ പോലെ വലിയുന്നതിനെയൊക്കെ തടയുകയും
നല്ലൊരു ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് ഉള്ള ഒരു ചെടിയാണ് ഈ ജടാമഞ്ചി. ജടാമഞ്ചി എന്ന് പറയുന്നത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. നിറച്ച് ഫ്ലവർ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. ഇന്ത്യയിലെ ഹിമാലയൻ റീജിയൻസിലും നേപ്പാളിലും ടിബറ്റിലും ഒക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണിത്. ഇത് വാത പിത്ത ദോഷങ്ങളെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾക്ക് ജടാമഞ്ചി മിക്സിയിൽ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോഴേക്കും നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. ഇതിന്റെ മെയിൻ പ്രോപ്പർട്ടി കാം കൂളിംഗ് ഒക്കെയാണ്. അതുകൊണ്ടാണ് നമുക്ക് മുടി പെട്ടെന്ന് വളരുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കരിഞ്ജീരകവും ചെത്തിപ്പൂവും ചെമ്പരത്തിയുടെ പൂവും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി ഇങ്ങനെ അരയ്ക്കണ്ട, ക്രഷ് ചെയ്താൽ മതി. കരിഞ്ജീരകത്തിന് ഓയിൽ പ്രോപ്പർട്ടീസ് ഉള്ള ഓയിൽ സീഡ് ആണ് കരിഞ്ജീരകം. അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഓയിൽ വന്ന് ഇത് അരഞ്ഞോളും. അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒന്ന് പേസ്റ്റ് പോലെ കിട്ടും. ഇതാണ് അരച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. ജടാമഞ്ചിയുടെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് ഈ ജടാമഞ്ചി പൊടിച്ചും കരിഞ്ജീരകം, ചെത്തി, ചെമ്പരത്തി ഇത് മൂന്നും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും അഞ്ചലുള്ള ചെമ്പരത്തിപ്പൂവും നാട്ടു ചെത്തിയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ഗാർലൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓർണമെന്റൽ പ്ലാന്റ്സ് അല്ല കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 25 മില്ലി ആവണക്കെണ്ണ എടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രാൻഡിൽ നിന്ന് എടുക്കുക. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. 250 മില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്താണ് കേട്ടോ 250 മില്ലി. 200 മില്ലി കോക്കനട്ട് ഓയിലും 25 മില്ലി ആവണക്കെണ്ണയും എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഈ മിക്സ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒരു പാത്രത്തിലോട്ട് എടുക്കാം. ഒരു സ്റ്റീൽ പാത്രം എടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. നിങ്ങൾ ഗ്ലാസ്, പൊട്ടാത്ത ഗ്ലാസ്സിന് ഇതുപോലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും കൊണ്ട് അതിലേക്ക് നമ്മൾക്ക് ആദ്യം ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവണക്കെണ്ണ മുടിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടിയുടെ മോയ്സ്ചറിനെ നിലനിർത്താനും നല്ലതാണ്. അത് കഴിഞ്ഞ് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ നല്ല വിർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കോക്കനട്ട് ഓയിലും അത് കുറച്ച് ആവണക്കെണ്ണ മതിയാവും. ഞാൻ പറഞ്ഞു എന്റെ മെഷർമെന്റ്. ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒരു 35 to 40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇൻഫ്യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ബോയിൽ വരുന്ന സമയം നോക്കി നിങ്ങൾക്ക് അതിനെ ലോ ഫ്ലെയിമിലാക്കി ഇൻഫ്യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. 35 to 40 മിനിറ്റ്സ് കറക്റ്റ് ആയിട്ട് ഇൻഫ്യൂസ് ചെയ്തെടുക്കണം. ഡയറക്റ്റ് ഹീറ്റ് ജടാമഞ്ചിക്ക് പറ്റില്ല. ഡയറക്റ്റ് ഹീറ്റിലേക്ക് ജടാമഞ്ചി വെക്കാതിരിക്കുന്നതാണ് അതിന്റെ ഗുണങ്ങളൊക്കെ പോകാതിരിക്കാനായിട്ട് വളരെ നല്ലത്. 40 മിനിറ്റ്സ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞും ആ ചൂടിൽ കുറച്ചു നേരം അതിനെ അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ഒരു ചെറിയ ടെമ്പറേച്ചർ ആകുമ്പോൾ അവിടെ നിന്ന് മാറ്റി ഒരു സ്ഥലത്ത് മാറ്റി 4 ദിവസം മൂടി അവിടെ തന്നെ വെക്കണം. 4 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആ ജടാമഞ്ചിയിലൊക്കെയുള്ള എസൻസ് എല്ലാം നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫിൽട്ടർ വെച്ചിട്ട് അരിച്ചെടുക്കാം എണ്ണ. ഇത് നമ്മളെ തലയോടി തേച്ച് 3-4 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കാവുന്നതാണ്. നിങ്ങളുടെ സയൻസിന്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ടൈം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആഴ്ചയിൽ 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നെന്ന് പറഞ്ഞറിയിക്കാൻ മറക്കരുത്. എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. വളരെ ഭംഗിയായിട്ട് വൃത്തിയോടെ തന്നെ നമ്മൾക്ക് ആ എണ്ണ ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഒന്നും മതിയാവില്ല, 5 മടങ്ങ് പ്രയോജനമുള്ള ഒരു എണ്ണയാണിത്. അത്രയ്ക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ ഇന്ന് മുതൽ അതാണ് തേക്കാൻ പോകുന്നത്. സോ ഇന്ന് മുതൽ നിങ്ങളുടെ കൂടെ ഞാൻ അതും തേച്ച് തുടങ്ങുകയാണ്. നമുക്ക് ഹെയർ ഗ്രോത്ത് ചലഞ്ച് എടുക്കാം. ഞാൻ ഇന്ന് മുതൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ആ എണ്ണ തേക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് തല കുളിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്നും ഉപയോഗിച്ചോനെ. ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് രാത്രി മൊത്തം എണ്ണ തേച്ച് തലയിൽ വെച്ചിട്ട് രാവിലെ ഞാൻ കുളിച്ചിട്ട് ഓഫീസിൽ പോകുന്നതിന് മുന്നേ കുളിക്കുമ്പോൾ മുടി വാഷ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വാഷ് ചെയ്യാൻ പോകുന്നത് അതും ഞാൻ പറയണമല്ലോ, ജടാമഞ്ചി ആണ് ഞാൻ എണ്ണ കൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ എണ്ണ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഹെർബൽ ഹെയർ വാഷ് പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് വാഷ് ചെയ്യാറുള്ളത്. ഞാൻ ഒരിക്കലും ഷാംപൂ
വേറൊരിടത്ത് കൊണ്ടുവന്ന ഷാമ്പു ഉപയോഗിക്കാറില്ല. ഹെർബൽ ഷികാക്കായ് ഷാമ്പു ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾക്കൊരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങാം. ഞാൻ എണ്ണ തേക്കുന്നത് പറ്റുവാണെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ട് കാണിക്കാം. ഇപ്പോൾ എണ്ണ തേച്ച് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഞാൻ ഫീവറിൽ നിന്നൊക്കെ ക്യൂറായി വരികയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഹെയർ ഗ്രോത്ത് ചലഞ്ച് എടുക്കും. ഇനി ആരെങ്കിലും നിങ്ങളെ തളർത്തുന്നവരുണ്ടെങ്കിൽ, വേറെ പണിയൊന്നുമില്ലേ ഈ പ്രായത്തിൽ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ സ്കിൻ കെയർ എന്നൊക്കെ പറയുന്ന കൂട്ടുകാരോ നാട്ടുകാരോ റിലേറ്റീവ്സോ, എക്സ്പെഷ്യലി റിലേറ്റീവ്സ് ആണല്ലേ, നമ്മൾ കഴിഞ്ഞ ജന്മവും ഈ ജന്മവും ചെയ്ത എല്ലാ പാപങ്ങളും തീർക്കാൻ വേണ്ടി ദൈവം നമുക്ക് ഭൂമിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന കുറച്ച് മാലാഖമാരാണ് നമ്മുടെ റിലേറ്റീവ്സ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എനിക്കെന്ന് മാത്രമല്ല, നിങ്ങൾക്കെന്ന് മാത്രമല്ല, അല്ലെ ഈ വീഡിയോ കാണുന്ന ആർക്കെന്ന് മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതെന്താണ് അതിൻ്റെ രഹസ്യമെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. ലോകം അങ്ങനെയാണ്. നമ്മൾ നന്നായിട്ടിരിക്കുന്ന, നമ്മുടെ മുടി നന്നായിട്ട് വരുന്നതോ, നമ്മളെ കാണുമ്പോൾ നന്നായിട്ട് സംസാരിച്ചാലും അവർ ഇൻഡയറക്റ്റ്ലി നമ്മുടെ അടുത്തോട്ട് മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും, അവർക്ക് എന്താണ് പറയേണ്ടതെന്നുള്ളത്. ഇതിനൊന്നും ചെവി കൊടുക്കാതെ നമ്മൾ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രായത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് 50 വയസ്സ് കഴിഞ്ഞാലും നല്ല വൃത്തിയായിട്ട് മുടി കിളിർക്കുകയും നല്ല വൃത്തിയായിട്ട് മുടി ഇരിക്കുകയും നല്ല ഭംഗിയോടെ ഷൈനിങ്ങോടെ മുടി നമുക്ക് ഇരിക്കുകയും ഒക്കെ ചെയ്യും. സോ നിങ്ങൾക്ക് എൻ്റെ മുടി തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഞാൻ മുടിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അതിന് വേണ്ടി പോയി ശ്രമിക്കില്ല, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് എനിക്കിതൊരു ഡെയിലി റൊട്ടീൻ തന്നെയാണ്. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തളർത്തുന്നവരോട് പറയുക, എനിക്ക് എൻ്റെ സന്തോഷം വളരെ വളരെ മുഖ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ലതൊന്ന് വന്നിട്ട് ചിരിക്കാം, നല്ലതൊന്ന് വന്നിട്ട് സന്തോഷിക്കാം. ഇനി എന്തിനാ മുടിയൊക്കെ. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ റിലേറ്റീവിനോട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ചോദിച്ചിരുന്നു, നല്ലൊരു വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, എന്ത് വീട്, ഇങ്ങേറെ കൂടെ അല്ലേ ജീവിക്കുന്നതെന്ന്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആരുടെ കൂടെ ആര് ജീവിക്കുന്നത്? നമ്മൾ ആരുടെയും കൂടെ അല്ല ജീവിക്കുന്നത്, നമ്മൾ സ്വയമാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ വീട് വൃത്തിയാക്കി ഇടുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. നമ്മൾ ആ വൃത്തിയാക്കുന്ന, അറേഞ്ച് ചെയ്യുന്ന ആ സമയത്ത് അത് വളരെ വലുതാണ്, വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കി തരുവാണ്, ഹാപ്പി നോട്ട്സ് ഉണ്ടാക്കി തരുവാണ് നമ്മളുടെ ബ്രെയിനിലും നമ്മളുടെ മനസ്സിലുമൊക്കെ. നമ്മൾ എന്തെങ്കിലും നേടിയിട്ട് സന്തോഷിക്കാം എന്ന് വിചാരിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എന്തെങ്കിലും കിട്ടിയിട്ടല്ല സന്തോഷിക്കണ്ടേ, കിട്ടുന്നിടം വരെയല്ല സന്തോഷിക്കുക. നിങ്ങൾ സന്തോഷിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നമ്മളെ ലിമിറ്റും റെസ്ട്രിക്ഷൻസും അകത്ത് നിന്നുകൊണ്ട് തന്നെ. അതിന് വെളിയിൽ പോയി സന്തോഷിക്കുക എന്ന് പറയുന്നത് അത്യാഗ്രഹമായി പോകും. അങ്ങനെ ചെയ്യാതിരിക്കുക. അതിന് വെളിയിൽ പോയി സന്തോഷിക്കുന്നവരുമുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്കിവിടെ പ്രതിപാദിക്കേണ്ട. നമ്മൾ പറയുന്നത് എന്താ പറയുക, നമ്മൾ പറയുന്നത് സ്കിൻ കെയർ ചെയ്യാനും ഹെയർ കെയർ ചെയ്യാനും ഒക്കെയാണ്. അതുപോലെ തന്നെ നല്ലൊരു വാക്കിംഗ് പോവുക, കുറച്ച് നല്ല പാട്ട് കേട്ടുകൊണ്ട് വാക്കിംഗ് പോവുക, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ വീടൊക്കെ വൃത്തിയാക്കി ഇടുക. അപ്പോൾ ഒരു മാസം 2 ആഴ്ച കൂടുമ്പോൾ വീടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റുക. വീടിനെ ഒരു ഏസ്തെറ്റിക് സ്റ്റൈലിൽ കൊണ്ടുവരിക. ഒരു മെലോഡിയസ് സോങ് പോലെ വീടാക്കുക. വീട്ടിനകത്ത് അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികൾ വെക്കുക, ഗാർഡനിൽ കുറച്ച് ചെടികൾ വെക്കുക, അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കി വെക്കുക. എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ ബിലീഫ് ഉണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മനോഹരമാക്കി വീട്ടിലേക്കൂടെ കൊണ്ടുവരിക. അമ്പലത്തിലോ പള്ളിയിലോ അല്ലെ മസൂദിയിലോ മാത്രമല്ലല്ലോ ദൈവം ഇരിക്കുന്നത്, ഈ ലോകത്ത് മൊത്തമില്ലേ. അപ്പോൾ നമുക്ക് ആ ദൈവത്തിൻ്റെ ഒരു പീസ്, ഒരു ചെറിയ ഒരു ടച്ച് നമ്മുടെ വീട്ടിനകത്തോട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ വീട് വളരെ നല്ലൊരു സോങ് ആയി മാറും. ഇനി ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ദേഷ്യമുള്ളവരുണ്ടെങ്കിൽ അവർ പോയി കഴിയുമ്പോൾ അവരുടെ ആബ്സെൻസിൽ നല്ല ഭംഗിയാകില്ലേ, നല്ല ഒരു സോങ് പോലെ ആവില്ലേ. ഇനി അവർ ദേഷ്യപ്പെട്ടാലും ആ ദേഷ്യം അവർക്ക് മാത്രമാണെന്ന് ചിന്തിക്കുക. നമുക്ക് ദേഷ്യം വരേണ്ട കാര്യമുണ്ടോ? അവർ ദേഷ്യപ്പെട്ടിട്ട് പൊക്കോട്ടെ, അത് അവരുടെ പ്രശ്നമാണ്. അല്ല, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, തിരുത്താൻ നോക്കുക, അത് മാറ്റി ചിന്തിക്കാൻ നോക്കുക. നമ്മളായിരിക്കും തെറ്റെന്നുണ്ടെങ്കിൽ അത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. തെറ്റ് എന്നുള്ളതല്ല, മിസ്റ്റേക്സ്. തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. മിസ്റ്റേക്സ് ചെയ്യാത്തവർ ആരും തന്നെ ഇല്ല അല്ലേ. മിസ്റ്റേക്സ് കാണിക്കുമ്പോൾ, മിസ്റ്റേക്സ് ചെയ്യുമ്പോൾ അത് ചെറിയതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ ശ്രമിക്കുക. ഇനി വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാക്ടീസിൽ കൂടെ തിരുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴത്തെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ടെൻഷനൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ എന്താ പറ്റുക? നമ്മളുടെ സ്കിൻ നന്നാവും, നമ്മളുടെ ഹെയർ നന്നാവും. നമ്മൾക്ക് ഏജ് ആകുന്നത് നമ്മൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, മറ്റുള്ളവരറിയില്ല. കല്യാണം കഴിഞ്ഞോ എന്ന് പോലും നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ടാവില്ലേ? മാരീഡാണോ എന്ന് ചോദിച്ചിട്ടില്ലേ? ചിലർ ചോദിക്കാറില്ല, ഇത്രയും വലിയ കുട്ടികളുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നും? ഭയങ്കര സന്തോഷം തോന്നാറില്ലേ? അപ്പോൾ അങ്ങനെ സന്തോഷം തോന്നുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റിൽ വി വാണ്ട് ടു ബി യങ് എന്നുള്ളതാണ്.
വി എന്നല്ല, എല്ലാവരും തന്നെ യങ്ങായിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും സൗന്ദര്യം ഉണ്ടാകാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ചെറിയൊരു കെയർ കെമിക്കൽ ഒന്നുമില്ലാതെ ചെയ്യുമ്പോൾ നമ്മൾക്കത് നമ്മളുടെ ലാസ്റ്റ് ഡേ വരെ, ടിൽ അവർ ലാസ്റ്റ് ബ്രീത്തിങ്സ് വരെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഉള്ളത് കൊണ്ട് എന്താ പ്രയോജനം എന്നറിയോ? നമ്മളോട് വന്ന് സംസാരിക്കാൻ ഒരുപാട് പേർ ഇഷ്ടപ്പെടും. നമ്മൾ പോസിറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടും, നമ്മൾ പോസിറ്റീവായിട്ട് നടക്കുന്നതുകൊണ്ടും, നമ്മളെ പ്രസൻറ്റബിൾ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടും, നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് ഓക്കെ ഇവരോട് സംസാരിച്ചാൽ ഒരു സമാധാനം കിട്ടും എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ പ്രസൻറ്റബിൾ ആയിട്ടും നമ്മൾ പോസിറ്റീവും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ നമ്മളും അങ്ങനെ ആകാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു കുഞ്ഞ് സെലിബ്രിറ്റി ഒക്കെ ആയി മാറും. നമ്മളോട് 2 പേര് സംസാരിച്ച് 10 പേര് സംസാരിച്ച് നമ്മളോട് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് തോന്നും ഞാൻ കൊള്ളാമല്ലോ എന്ന് തോന്നണ്ടേ? അങ്ങനെ തോന്നുന്ന ഒരു നിമിഷം നിങ്ങൾ വിചാരിക്കുക, യു ആർ എ ലീഡർ, യു ക്യാൻ സോൾവ് മെനി തിങ്സ് അല്ലേ? നിങ്ങൾക്കുള്ളിലുള്ള സോൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് പവർഫുള്ളാണ്. ഓരോരുത്തരുടെയും, ഇത് കേൾക്കുന്ന ആര് തന്നെ ആവട്ടെ, നിങ്ങളുടെ ഉള്ളിലുള്ള സോളിന് അത്രയ്ക്ക് പവറുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ദൈവവും ഈ മാനിഫെസ്റ്റേഷനും ബ്യൂട്ടിയും ഹെയർ കെയറും ഹെയറിൻ്റെ ഗ്രോത്തും സ്കിന്നിൻ്റെ ഗ്ലോയും എല്ലാം നമ്മളുടെ മനസ്സിൽ തന്നെയാണ്. അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കാനാണ് ഞാൻ പറയുന്നത്. ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ഒക്കെ കൊടുത്ത്, അതായത് ഇപ്പോൾ എന്തിന് സ്കിൻ കെയർ, അതൊക്കെ പ്രായമാകുമ്പോൾ പോവും, അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഗാർഡനിലുള്ള ചെടികൾക്ക് നമ്മളൊന്ന് കെയർ കൊടുത്ത് ചെറുതായിട്ടൊന്ന് നനച്ചൊക്കെ കൊടുത്ത് ചെറുതായിട്ടൊന്ന് പാമ്പർ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തുളർത്ത് വളരും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട്, അല്ലെ ഒരു 10 ലക്ഷം രൂപ കിട്ടിയിട്ട് സന്തോഷിക്കാം, അല്ലെങ്കിൽ ഇന്നത് കിട്ടിയിട്ട് സന്തോഷിക്കാം, അല്ലെ നല്ല എന്താ പറയുക നമ്മളുടെ ഡ്രീമിലനുസരിച്ചുള്ള ഹസ്ബൻഡോ വൈഫോ കിട്ടിയിട്ട് സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സന്തോഷം അതിൻ്റെ പാട്ടിനങ്ങ് പോവും. നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് ഒരു സൈഡിലങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ മാത്രം നിന്നിടത്ത് തന്നെ അവിടെ നിൽക്കും. അങ്ങനെ പാടില്ല. നമ്മൾ നടുക്കാണ്. ഇത് വേണോ അത് വേണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബോധവും ഒരു വിവേകവും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോഴും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തതെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പറയുന്നത്, ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് അലർജിയുള്ള സാധനങ്ങൾ മാറ്റി വയ്ക്കാനും അലർജി ഇല്ലാത്ത സാധനങ്ങളിൽ മിക്സ് ചെയ്ത് മുഖത്തിടാനും ഒക്കെയുള്ള ഒരു കോമൺ സെൻസും കൂടെ അപ്ലൈ ചെയ്യണം. കാരണം നിങ്ങളെല്ലാവരും വളരെ ബ്രില്യൻ്റ് ആണ്, നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സ്കിൻ കെയർ ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങൂ. നമ്മുടെ ജഡാമഞ്ചി ഓയിൽ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ മടങ്ങെന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. 5 മടങ്ങ്, അത് 10 മടങ്ങെന്ന് പറയും. യെസ്, അതാണ് മലയാളം. 10 മടങ്ങ് പ്രയോജനമുള്ള ഒരെണ്ണയാണ്. വളരെ വളരെ ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടുന്ന ഒരെണ്ണയാണ് തലയ്ക്ക്. നമ്മളെ സൗത്ത് ഇന്ത്യയിലൊന്നും അവൈലബിൾ അല്ല. ഇത് മുഖത്തിൻ്റെ ഫേസിൻ്റെയും ചർമ്മത്തിൻ്റെയും കാന്തിക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ജഡാമഞ്ചി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുടിക്കാണ്, മുടി വളരാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നില്ല, എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.